ആണ് ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് ശില്പയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓണം മേക്ക് ഓവറാണ് ചെയ്യുന്നതെങ്കിലും ഇതിനകത്ത് കൂടുതലും ഒരു ടെമ്പിൾ ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഐ ഷാഡോ. ഐ മേക്കപ്പ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ ലുക്ക് വന്നിട്ട് അത്യാവശ്യം ഹെവി ലുക്കാണ്. സോ നമ്മൾ നല്ല ടൈം എടുത്ത് ക്ഷമയോടെയാണ് ചെയ്യുന്നത്. കട്ട് ക്രീസ് ഐ ഷാഡോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ അതുപോലെ ബ്രൗൺ ഷെയ്ഡ്സ് കുറേ കളേഴ്സ് എല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ നല്ലൊരു ടൈം എടുത്തിട്ടുണ്ട്. ഏറ്റവും ടൈം എടുക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലുക്കും അതുപോലെ ഹെയർ സ്റ്റൈലും ആണ്. അത് രണ്ടും നമ്മൾ നല്ല ടൈം എടുത്ത് ക്ഷമയോടെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു വർക്കിൻ്റെ പെർഫെക്ഷൻ അത് വേറൊന്നാണ്. സാധാരണ നമ്മൾ ബ്രൈഡ്സിനെ ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഡിഫറെൻ്റാണ് ഇങ്ങനത്തെ ഷൂട്ടുകളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും. കാരണം നമുക്ക് ബ്രൈഡൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് മാത്രമല്ല അത് ആ ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൂടുതൽ നമുക്ക് ക്രിയേറ്റീവ് ആവാനുള്ളൊരു ടൈം അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ ഇതുപോലത്തെ ഷൂട്ട്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മാത്രമല്ല ഇതിനകത്ത് എന്ത് ഓർണമെൻറ്റ്സ് വേണം, അതുപോലെ എന്ത് കോസ്റ്റ്യൂം, അതുപോലെ എന്ത് ഹെയർ സ്റ്റൈൽ, ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രൈഡ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു സങ്കല്പം ഉണ്ടാവും, ഹെയർ സ്റ്റൈൽ ഇന്ന പോലെ വേണം ചേച്ചി ഇങ്ങനെ പറയും. അതല്ലെങ്കിൽ ഈ ഒരു നെക്ലേസാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ ഹെയർ സ്റ്റൈൽ ചേരില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഹെയർ സ്റ്റൈൽ ഇത് ചേരില്ല, അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മോസ്റ്റ്ലി അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്, നല്ല ഹെയർ സ്റ്റൈലിനെ പറ്റി എങ്ങനെ വേണം എന്നൊക്കെ അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ തിരുത്തി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറില്ല. നല്ല രീതിയിൽ എല്ലാവരും ചൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ കേസാണെങ്കിൽ അവർ തന്നെ ഒരു എന്തെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടാവണം. അത് നമുക്ക് മാറ്റി വാങ്ങാൻ പറയാനുള്ള ഒരു ഓപ്ഷനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേയൊക്കെ അവരുടെ ഐഡിയ, കുറേയൊക്കെ നമ്മുടെ ഐഡിയ അല്ലാണ്ട് മിക്സ് ചെയ്തായിരിക്കും ആ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. പക്ഷേ ഫോട്ടോ ഷൂട്ടിൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും നമുക്കെല്ലാം ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്തിടണം, എങ്ങനെ അത് മാച്ചാക്കി എങ്ങനെയൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് അത് ആലോചിച്ച് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ശില്പ കുറേ ഐഡിയാസ് ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ ശില്പ അയച്ചു തന്ന ഒരു ഹെയർ സ്റ്റൈലിനകത്ത് ബാക്കിൽ ഇങ്ങനെ ബൺ വെച്ചിട്ട് അതിലിങ്ങനെ ഒരു ഹെയർ ആക്സസറി വെച്ചിട്ട് അതിന് ചുറ്റും മുല്ലപ്പൂ വെച്ചിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ അയച്ചു. അതുപോലെ തന്നെ ഹെയറിൽ മറ്റു ലേസ് ഇങ്ങനെ ചുറ്റി കൊടുത്തിരിക്കുന്ന മറ്റൊരു ഹെയർ സ്റ്റൈൽ അയച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒരു ഫ്യൂഷനാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കേൾസ് കൊടുക്കുന്ന ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സിമ്പിളല്ല. കുറേ ടൈം എടുത്തിട്ട് ഈ ഒരു കേൾസ് കൊടുക്കാൻ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കേൾസാണ്, ബാക്കിലെ ബണ്ണ് വളരെ നീറ്റ് ബണ്ണാണ്, സ്ട്രെയിറ്റ് ഹെയർ ആണ് ആ ബണ്ണിൻ്റെ മേളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് എക്സ്റ്റൻഷനുണ്ട്. ആ എക്സ്റ്റൻഷനിൽ നമ്മൾ ലേസ് ചുറ്റി കൊടുക്കുകയാണ്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു പണി തന്നെയാണ് ലേസ് ചുറ്റി കൊടുക്കുന്നത്. ഞാൻ ചുറ്റി വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലേസ് നീളം കുറച്ച് കുറവായിരുന്നു. അപ്പം അടിയിൽ നമ്മൾ വേറൊരു ലേസും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്ത്. അടിയിൽ നമ്മളൊരു കുഞ്ചലം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഹെയർ സ്റ്റൈൽ തന്നെ നല്ല ഹെവിയാണ്, നല്ല രസമാണ് കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. എനിക്കിങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹെയറിൽ എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹെയറും മേക്കപ്പും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ ആ ഒരു ഹെയർ ആക്സസറി വന്നപ്പോൾ എന്ത് രസമാണെന്ന് നോക്കി. നമ്മൾ ഈ ആക്സസറീസ് എല്ലാം ചൂസ് ചെയ്തിരിക്കുന്നത് തൊടുപുഴയുള്ള സൈറ ബ്രൈഡൽ ഹബ്ബിൽ നിന്നാണ്. എല്ലാം അടിപൊളി ഓർണമെൻറ്റ്സ് ആണ്. ഈവൻ ടെമ്പിൾ ജ്വല്ലറീസ് ആണ് എല്ലാം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എന്ത് രസമാണ് നോക്കി ആ ഒരു കമ്മൽ അതുപോലെ നെക്ലേസും ഒക്കെ കാണാനായിട്ട്. ശരിക്കും ഗോൾഡ് ആണെന്ന് തന്നെ നമുക്ക് തോന്നും, അത്രയും ഫിനിഷിംഗ് ആണ് കേട്ടോ ആ ഒരു ജ്വല്ലറീസിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കേൾസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് ആ ഒരു കേൾസ് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് ലൂസ് കേൾസ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സാരി ഡ്രേപ്പിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലുക്ക് ഞങ്ങൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും പുറത്ത് ഭയങ്കര മഴയായി. അപ്പം നമുക്ക് എത്രയും വേഗം കുറച്ച് ക്ലിക്സൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് ധൃതിയായിട്ടാട്ടോ നമ്മളെല്ലാം ചെയ്തത്. അപ്പം സന്ധ്യ ആവുന്നതിന് മുമ്പ് നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും.
അപ്പോൾ ഈ ഒരു ലുക്ക് ശില്പയ്ക്ക് നല്ലോണം ചേരുന്നുണ്ട്. ശില്പ ഓൾറെഡി നല്ല സുന്ദരിയാണ്. ഇത്രകൂടി കുറേ കൂടി സുന്ദരിയായെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ശില്പയുടെ ആ ഫേസിലേക്ക് ആ ഒരു കേൾസ് വീണ് കിടക്കുന്നതാണ് നല്ല രസമുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബാക്കിൽ ആ ബണ്ണിലിരിക്കുന്ന ആ ഒരു ഹെയർ ആക്സസറി ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം നല്ലതാണ്. വളയും മോതിരവും അതുപോലെ നെക്ലേസും എല്ലാം നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ സമയം ഇങ്ങനെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം സന്ധ്യ ആവാൻ തുടങ്ങുമായിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ളൊരു തിരക്കിലാണ്. സോ നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടിന് പോകാനൊന്നും ടൈം കിട്ടിയില്ല. പക്ഷേ മുറ്റത്ത് വെച്ച് തന്നെ എടുത്തതാണെങ്കിലും നല്ല രസമായിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടി. ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. ശില്പയും എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും അവൾക്ക് എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും അവൾക്ക് ആ ഒരു ലുക്ക് കിട്ടി. ഔട്ട്ലുക്ക് വന്നപ്പം ഹാപ്പി ആയി എന്നാണ് ശില്പ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ കുറേ വീഡിയോസൊക്കെ സാംസങ് S23 അൾട്രയിലാണ് എടുത്തിരിക്കുന്നത്. കുറേ വീഡിയോസൊക്കെ നിക്കണിൻ്റെ ക്യാമറയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറേ ആപ്പിളിൻ്റെ ഐഫോണിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ക്യാമറയിൽ എടുത്തിരിക്കുന്ന 3 ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇതിനകത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഒത്തിരി എനിക്കിഷ്ടമായി. അപ്പോൾ ഇനിയും നമുക്കിങ്ങനെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.